السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآل كل والصحابة أجمعين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الصلاة والسلام عليك يا سيدي يا رسول الله، وخذ بيدي قلت حيلتي أدركني يا حبيب الله. الحمد لله. വിശുദ്ധ റമളാനിൻ്റെ 4-ാമത്തെ നോമ്പിലാണ് നമ്മളുള്ളത്. അള്ളാഹു നമ്മുടെ നോമ്പുകളും നമ്മുടെ ഇബാദത്തുകളും നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം പരിപൂർണമായ രൂപത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. നമ്മെ എല്ലാവരെയും അവൻ്റെ സാലിഹീങ്ങളായ അടിമകളിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. പരിശുദ്ധ റമളാൻ എല്ലാവർക്കും തിരക്കുള്ള സമയമാണെന്നറിയാം. എന്നിരുന്നാലും ഇബാദത്തിൻ്റെ കൂട്ടത്തിൽപ്പെട്ട വലിയൊരു ഇബാദത്ത് തന്നെയാണ് ഇൽമുമായി ജോലിയാവുക എന്നത്. അതുകൊണ്ടാണ് നമ്മൾ ദർസ് മുടക്കാതെ കൊണ്ടുപോകുന്നത്. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് എല്ലാ സഹോദരിമാരും റമളാനിലല്ലാത്തപ്പോൾ കേൾക്കുന്ന അതേ ആവേശത്തോടുകൂടെ ഫുള്ളായി കേട്ട്, കേവലം അല്പഭാഗം മാത്രം കേട്ട് മതിയാക്കാതെ ഫുള്ളായി കേട്ടുകൊണ്ട് പാഠം ഉൾക്കൊള്ളാൻ, അങ്ങനെ ജീവിതം സംശുദ്ധമാക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ശ്രമിക്കണം. അതാണ് അല്ലാഹു തആല റമളാന് കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. നമ്മൾ ശുദ്ധരായി തീരുക എന്നതാണ്. അത് പല വിഷയങ്ങളെ കൊണ്ട് നമുക്ക് സംശുദ്ധരാകാൻ കഴിയും. അതൊന്ന് ഏറ്റവും പ്രധാനമാണ് അറിവ് പഠിച്ചുകൊണ്ട് സംശുദ്ധരാകുന്നത്, ഖുർആൻ ഓതിക്കൊണ്ട് സംശുദ്ധരാകുന്നത്. ഖുർആൻ പാരായണത്തിന് കൂടുതൽ സമയം നമ്മൾ വിശുദ്ധ റമളാനിൽ ചെലവഴിക്കുന്നവരാണ്. അള്ളാഹു നമ്മുടെ ഖുർആൻ പാരായണം തെറ്റുകളൊക്കെ പരിഹരിക്കപ്പെടുന്ന രൂപത്തിൽ തന്നെ സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് ഖത്മുകൾ ഓതി തീർക്കുക എന്നതല്ല നമ്മുടെ ലക്ഷ്യം. ഓതുന്നത് കൃത്യമായി ശരിയായി ഓതുക എന്നതാണ്. ഒരുപാട് സഹോദരിമാർ ആ വിഷയത്തിൽ പിന്നിലാണ്. അങ്ങനെ ധാരാളം ഖത്മുകൾ പല വിഷയങ്ങളിലും ഏറ്റെടുക്കുകയും അതൊക്കെ വളരെ വേഗത്തിൽ ഒരു ശ്രദ്ധയുമില്ലാതെ ഖത്മിൻ്റെ എണ്ണം കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഓതി തീർക്കുകയും ചെയ്യുന്ന കുറേ സഹോദരിമാരും സഹോദരങ്ങളും ഉണ്ട്. വലിയ അപകടമാണ്. വിശുദ്ധ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, റുബ്ബ ഖാരിഇൻ, എത്ര ഓത്തുകാരുണ്ട്, വൽ ഖുർആനു യൽഅനുഹു, ആ ഖുർആന് ആ ഓത്തുകാരനെ അല്ലെങ്കിൽ ആ ഓത്തുകാരിയെ ശപിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനത്തെ ഓത്തുകാരിൽ നമ്മൾ പെടാതിരിക്കണം. അള്ളാഹു നമ്മെ കാക്കുമാറാകട്ടെ. ഓതാൻ അറിയാത്ത സൂറത്തുകൾ ഉണ്ടെങ്കിൽ ഫാത്തിഹ ഒഴിച്ച് ബാക്കി സൂറത്തുകൾ നിർബന്ധമായി പഠിക്കൽ. നമുക്ക് ഫാത്തിഹ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളത് അറിയില്ലെങ്കിൽ ഓതണ്ട, ഖത്മുകൾ ഏറ്റെടുക്കണ്ട. വെറുതെ എന്തിനാണ് ഖുർആനിൻ്റെ ശാപം നമ്മൾ വാങ്ങുന്നത്? ആ ഓതുന്ന സമയവും കൂടെ ഖുർആൻ ഓത്ത് പഠിക്കാൻ വേണ്ടി ചെലവഴിക്കുക എന്നാണ് എനിക്ക് ഈ വിശുദ്ധ റമളാനിൽ നിങ്ങളോട് പറയാനുള്ളത്. അങ്ങനെ ചെയ്യുന്ന എല്ലാവരോടും പറയാനുള്ളത് അതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ മരിച്ചവരുടെ പേരിൽ
തഹ്ലീൽ ചൊല്ലിപ്പിച്ച് അതെങ്ങനെയെങ്കിലുമൊക്കെ ശരിയായി കിട്ടും. ഖത്മുൽ ഖുർആനിലേക്ക് വരാതെ ബോധപൂർവം ചെയ്യുന്നതാണത്. കാരണം ഓതാൻ അറിയില്ല. 90% ആളുകൾക്കും, അങ്ങനെ തന്നെ പറഞ്ഞാൽ തെറ്റാവുകയില്ല, 90% ആളുകൾക്കും ഓതാൻ അറിയില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് പഠിക്കാനുള്ള ശ്രമം ഈ വിശുദ്ധ റമദാനിലൊക്കെ നടത്തുക. ഒരായത്താണ് ഒരു ദിവസം ഓതുന്നതെങ്കിൽ പോലും അതാണ് ഏറ്റവും നല്ലത്. ഒരുപാട് ആയത്തുകൾ പച്ച തെറ്റോതുന്നതിനേക്കാളും നല്ലത് ഒരായത്ത് ശരിയായി ഓതലാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ അയ്യുഹൽ വലദിൻ്റെ 7ാമത്തെ ദർസ്. അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ 96 ആളുകൾ ഹാജർ അറിയിച്ചു, ക്ലാസ് കേട്ടു എന്ന് നമ്മെ അറിയിച്ചു. ആവർത്തിച്ച് കേട്ടത് 9 പേരും. നോട്ട് എഴുതിയതൊക്കെ വളരെ കുറഞ്ഞു. റമദാനാണെന്ന് കരുതി നമ്മൾ അതൊന്നും കുറയ്ക്കരുത് എന്നാണ് പറയാനുള്ളത്. റമദാനിലാണ് ഇതൊക്കെ കൂടുതൽ വേണ്ടത്. ഖുർആൻ പഠിക്കണം, പഠിച്ചോതണം. അപ്പോഴേ ഖുർആൻ ഓത്തിന് കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഓതണ്ട, പഠിക്കുക. ഓതാനുള്ളത് പഠിക്കുക. ഈ റമദാൻ അതിനാവട്ടെ. അത് വലിയ ഖൈറായിത്തീരും ഇൻഷാ അല്ലാഹ്. എത്രയാണ് ഖുർആനിൻ്റെ പാഠങ്ങൾ നമ്മളിങ്ങനെ സുബഹിൻ്റെ ശേഷം ഫാത്തിഹ പഠിപ്പിക്കുമ്പോൾ തന്നെ നമ്മുടെ സാധാരണക്കാരായ ആളുകൾ എത്രയാണ് തെറ്റിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടും വീണ്ടും ഈ വർഷം ഓതിപ്പിക്കുമ്പോൾ അത് തെറ്റായി ഓതുന്നു. കാരണം നമുക്ക് പല അക്ഷരങ്ങളും മലയാളികളായതുകൊണ്ട് ആ മലയാളത്തിൻ്റെ സ്വരത്തിൽ വീണ്ടും നമ്മൾ അന്ന് പഠിച്ചു ഓതിത്തന്നു എന്നല്ലാതെ പിന്നീടത് ട്രെയിൽ ചെയ്യുന്നില്ല. ആ പഴയ ഓത്ത് തന്നെ ഫാത്തിഹ നിസ്കാരത്തിൽ ഓതുന്നത്. അൽഹംദു അൽഹംദു എന്ന് ഓതിയവൻ്റെ ഫാത്തിഹ ശരിയല്ല. ഹ എന്ന ഹലുവ എന്നുള്ള ആ ഹ, അങ്ങനെ ഒരു അക്ഷരം അറബിയിൽ ഇല്ല തന്നെ. അതൊന്നും ശരിക്കും നമ്മൾ മനസ്സിലാക്കാതെ പോവുകയാണ്. നീണ്ടുപോകും സമയം. അതുകൊണ്ട് അത് ഭയപ്പെട്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരുന്നു. അപ്പോൾ ഖുർആനിനെ പറ്റി പറഞ്ഞത് റമദാൻ ആയതുകൊണ്ട് എല്ലാവരും ശ്രദ്ധയോടുകൂടെ അതൊക്കെ കേട്ടിങ്ങനെ പോവുക എന്നല്ലാതെ, എന്നിട്ട് എൻ്റെ ഖുർആൻ പാരായണം ഒന്ന് മെച്ചപ്പെടുത്തണം, ഞാൻ ഓതുന്ന ആയത്തുകളിൽ വല്ല മിസ്റ്റേക്കുണ്ടോ, ഇതൊന്ന് ചോദിച്ച് പഠിക്കണം എന്നൊരു ബോധം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു കുട്ടിയോട്, അയ്യുഹൽ വലദ് കം മിൻ ലൈലത്തിൻ അഹ്യൈതഹാ ബിതക്റാരിൽ ഇൽമി വമുതാലഅത്തിൽ കുതുബ്. എത്ര രാത്രിയാണ് മോനെ നീ കിതാബ് ഇങ്ങനെ പഠിക്കാനും ആവർത്തിച്ചാവർത്തിച്ച് ഇൽമു പഠിക്കാനും നീ ഉറക്കമൊഴിച്ചത്. വഹറംത അലാ നഫ്സിക അന്നൗം, നീ രാത്രി ഹയാത്താക്കി ഉറക്കൊഴിച്ചത് എന്തിനാണ്? നീ ഒരുപാട് ഇൽമു പഠിച്ച് ഒരുപാട് രാത്രികൾ ഹയാത്താക്കി. ലാ അഅലമു മാ കാനൽ ബാഇസു ഫീഹി, അതിന് നിന്നെ പ്രേരിപ്പിച്ച വസ്തു എന്താണെന്ന് എനിക്കറിയില്ലല്ലോ. ഇൻ കാനത് നിയ്യതുക, നിന്റെ നീയത്താണെങ്കിൽ അറള ദുനിയാ വജദ്ബ ഹുതാമിഹ, ദുനിയാവ് വാരിക്കൂട്ടണം. ഈ ഇൽമു പഠിച്ച് ആലിമായിട്ട് എല്ലാവരും എന്നെ ബഹുമാനിച്ച്, എന്നെ പ്രോഗ്രാമുകൾക്ക് വിളിച്ച്, എന്നെ വഅദിന് വിളിച്ച്, എന്നെ ഉപദേശത്തിന് വിളിച്ച്, എന്നെ ഉസ്താദെന്ന് വിളിച്ച്, എന്നെ വലിയ ഓറെന്ന് വിളിച്ച്, അങ്ങനെ ദുനിയാവിൻ്റെ കൂമ്പാരങ്ങൾ വാരിക്കൂട്ടണം. ഇതായിരുന്നോ നിന്റെ ഉറക്കൊഴിച്ച് ഇൽമു പഠിക്കുന്നതിൻ്റെ ലക്ഷ്യം? വതഹ്സീല മനാസിബിഹാ വൽമുബാഹാത അലൽ അഖ്റാനി വൽ അംസാൽ, ദുനിയാവിൻ്റെ പ്രൗഢിയും സ്ഥാനമാനങ്ങളും വാരിക്കൂട്ടലായിരുന്നോ നിന്റെ ലക്ഷ്യം? നീ മുശാവറയിലെത്തണം, നീ വലിയ ഉന്നത സ്ഥാനത്തെത്തണം, നിന്റെ പേര് പറയുമ്പോൾ എല്ലാവരും തക്ബീർ ചൊല്ലണം. ഇങ്ങനെയൊക്കെ ആയിരുന്നു അഖ്റാന,
വൽ മുബാഹാത്ത് അലൽ അഖ്റാൻ, സമകാലികരിൽ നീ ഉന്നതനാകണം, എൻ്റെ അത്ര സ്ഥാനമുള്ള ആരും എൻ്റെ കാലത്തുണ്ടാകാൻ പാടില്ല. അങ്ങനെയൊക്കെ ആയിരുന്ന മോനെ നീ ഇൽമു പഠിക്കുന്നതിൻ്റെ ലക്ഷ്യം? നമ്മളൊക്കെ അത് ചിന്തിക്കണം. നമ്മൾ ഈ ഇൽമു പറയുന്നതിൻ്റെയും പഠിക്കുന്നതിൻ്റെയും ലക്ഷ്യം ഇതൊക്കെയാണോ? ഫവൈലുല്ലക സുമ്മ വൈലുല്ലക്, വലിയ നാശം തന്നെ മോനെ നിനക്ക്, വല്ലാത്ത നാശം തന്നെ. 2 പ്രാവശ്യം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു. ചെറിയ നാശമല്ല നിനക്ക് വരാനുള്ളത്, വലിയ നാശം നിനക്കുണ്ട്. وإن كان قصدك فيه إحياء شريعة النبي صلى الله عليه وسلم, അതല്ല നീ ഇൽമു പഠിക്കുന്നതിൻ്റെ ലക്ഷ്യം മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്ത്, വല്ലാത്തൊരു ശരീഅത്താണ് അല്ലാഹു തആല മുത്ത് നബിയിലൂടെ നമുക്ക് തന്നത്, നിലനിർത്തി തരുമാറാകട്ടെ. ആ ശരീഅത്ത് അത് ജീവിപ്പിക്കലാണ് നിന്റെ ലക്ഷ്യമെങ്കിൽ വതഹ്ദീബ അഖ്ലാഖിക്, നിന്റെ സ്വഭാവമൊക്കെ ഒന്ന് ശരിയാക്കണം. അതുപോലെ വകസ്റൻ നഫ്സിൽ അമ്മാറത്തി ബിസ്സൂ, നിന്റെ ശരീരത്തിൻ്റെ ഇച്ഛകൾ, അമ്മാറത്തും ബിസ്സൂ ആകുന്ന ശരീരത്തെ തകർത്ത് കളയലാണ് നിന്റെ ലക്ഷ്യമെങ്കിൽ വതൂബാലക് സുമ്മ തൂബാലക്, നിനക്കെത്ര സന്തോഷമാണ് ദുനിയാവിലും ആഖിറത്തിലും. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം. ശുദ്ധ റമളാനിൽ നമ്മൾ ഖുർആൻ ഓതുമ്പോൾ ലക്ഷ്യം അള്ളാഹുവിൻ്റെ പൊരുത്തമാകണം. എത്ര ഖത്മ് ഓതി എന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ എങ്ങനെ 1 എന്ന് പറയാ, ഇത്രയും വലിയ ആളായിട്ട്? അല്ലെങ്കിൽ എങ്ങനെ 2 എന്ന് പറയാ? അപ്പോൾ 2 പോരാ, 3 വേണം. 3 പോരാ, 5 വേണം. റമളാനിൽ ആരെങ്കിലും നമ്മെ കോൾ ചെയ്ത് ഫോൺ ചെയ്താൽ ഞാൻ ഓതായിരുന്നു എന്ന് ഓത്തുകാരിയാണെന്ന് പറയിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഞാൻ ദിക്റിലായിരുന്നു, ഞാൻ ക്ലാസ്സിലായിരുന്നു എന്ന് പറയുന്നതിന് കുഴപ്പമില്ല, അതിൻ്റെ ആളാണ് ഞാനെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയുള്ള പറച്ചിലൊക്കെ വെറുതെയായി പോകും. ആ ഓത്തോ ആ ദിക്റോ ആ ഇൽമോ അതുകൊണ്ടൊന്നും കാര്യമുണ്ടാകൂല. നേരെ മറിച്ച് ലിവജ്ഹില്ല, അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ച് ചെയ്യുകയാണെങ്കിൽ ചെയ്താൽ മതി. ഓൽക്കാണ് തൂബാലക് സുമ്മ തൂബാലക്, വലിയ സന്തോഷം വരും. അല്ലാത്തവർക്ക് വൈൽ, നാശമായിരിക്കുമെന്ന് ശിഷ്യനെ ഓർമ്മപ്പെടുത്തുകയാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. നമ്മോടുള്ള ഉപദേശങ്ങളാണിതൊക്കെ. വലഖദ് സ്വദഖ മൻ ഖാല ശിഅറ, ഈ ഒരു കവി പറഞ്ഞത് എത്ര അർത്ഥവത്താണ്. സഹ്റുൽ ഉയൂനി ലിഗൈരി വജ്ഹിക ളായിഉൻ വബുകാഉഹുന്ന ലിഗൈരി ഫഖദിക ബാതിലുൻ. സഹ്റുൽ ഉയൂൻ, കണ്ണുകൾ ഉറക്കൊഴിക്കൽ, ലിഗൈരി വജ്ഹിക, അല്ലാഹുവേ നിന്റെ താല്പര്യത്തിന് വേണ്ടിയല്ലാതെ ഉറക്കൊഴിക്കൽ, ളായിഉൻ, അത് പാഴായതാണ്, വെറുതെയാണ് ആ ഉറക്കൊഴിവാക്കൽ. വബുകാഉഹുന്ന, ആ കണ്ണുകളുടെ കരച്ചിൽ, ലിഗൈരി ഫഖദിക, നീ അല്ലാത്തവർക്ക് വേണ്ടിയുള്ള കരച്ചിൽ, ബാത്തിലുൻ, അത് നിരർത്ഥകമാണ്, അതുകൊണ്ട് കാര്യമില്ല എന്ന് ഈ കവി പറഞ്ഞത് എത്ര അർത്ഥവത്താണെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു കൂട്ടിച്ചേർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിയ്യത്ത് നന്നായിരിക്കണം, അല്ലാത്ത അമലുകളൊന്നും ശരിയല്ല. ക്ലാസ് കേൾക്കുമ്പോൾ നല്ല നിയ്യത്തോടെ, ഖുർആൻ ഓതുമ്പോൾ നല്ല നിയ്യത്തോടെ, ഒരു വാക്ക് നമ്മുടെ നാവ് കൊണ്ട് പറയുമ്പോൾ നല്ല നിയ്യത്തോടു കൂടെ ആയിരിക്കണം. ഏതെങ്കിലും വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരാളെ വേദനിപ്പിക്കാൻ വേണ്ടിയൊക്കെയുള്ള വാക്കുകൾ, അതൊക്കെ ശ്രദ്ധിക്കണം. നമ്മളൊക്കെ ദുനിയാവ് വിടാനുള്ളവരാണെന്നുള്ള ബോധം ഈ വിശുദ്ധ റമളാനിൽ നമുക്ക് നല്ലോണം വേണം. ഖുർആനോത്തിൻ്റെ കഥ ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാകണമെന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു.
അത് ആവർത്തിക്കേണ്ടതായത് കൊണ്ടാണ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. റബ്ബ ഖാരിഇൻ വൽ ഖുർആനു യൽഅനുഹു. അതെത്ര കൊടുത്താലും വേണ്ടില്ല, സമ്പത്ത് എത്ര ചെലവഴിച്ചാലും വേണ്ടില്ല, ഒരു യാസീനെങ്കിലും മട്ടത്തിൽ ഓതാൻ അറിയുന്ന ഒരാളിൽ നിന്ന് പഠിച്ചെടുക്കണം. അതിനു വേണ്ടി കാലം കഴിക്കണം, അതിനു വേണ്ടി ആയുസ് കളയണം. അല്ലാതെ ഈ പ്രപഞ്ചത്തിലേക്ക് അള്ളാഹു നമ്മെ പടച്ചു വിട്ടത് വെറുതെയാണെന്ന് വിചാരിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് മുമ്പിൽ നമുക്ക് ഉത്തരം ഉണ്ടാവില്ല. നമ്മൾ ഓത്തിനെ കുറിച്ച് വീണ്ടും 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 പലവട്ടം ആലോചിച്ച് തിരുത്തലുകൾക്ക് വിധേയമാക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആമീൻ. ശുദ്ധ റമളാൻ നമുക്ക് അള്ളാഹു അനുകൂലമാക്കി തരട്ടെ. ഇത്രയും രാവിലെ ക്ലാസ് എടുത്തത് നിങ്ങളൊക്കെ നേരത്തെ തന്നെ അതിൽ അറ്റൻഡ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ.